അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിൽ ഒരു ഇന്ത്യക്കാരൻ മേയറായി. രണ്ടാമത്തെ വലിയ നഗരമായ ലോസ് ആഞ്ചലസിൽ ഒരു ഇന്ത്യക്കാരി, അതൊരു മലയാളി ബന്ധമുള്ള വ്യക്തി മേയറാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിക്കേണ്ടത്. അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അവരാണ് ഇപ്പോൾ പ്രചാരണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. നിത്യാരാമൻ, 45 വയസ്സ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വിജയം അനിവാര്യമാണ്, ആവശ്യമാണെന്ന് തോന്നിപ്പോകുന്നു. കാരണം ഈ അമേരിക്കയിൽ ഇത്രയധികം ആളുകൾ ഈ വഴിയിൽ താമസിക്കുന്നത് അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ആ വഴിയിൽ താമസിക്കുന്ന ആളുകൾ, വീടില്ലാത്തവരുടെ മേൽക്കൂര ഇല്ലാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ശതമാനം കൂടിക്കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് അവരുടെ എണ്ണം ഇവരുടെ ഡിസ്ട്രിക്റ്റിൽ മാത്രം കുറഞ്ഞിരിക്കുന്നു. അത് പകുതിയോളം കുറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അത് മേയർ കാരൻ ബാസ് പറയുന്നത്, അവരാണ് ഇവരുടെ മുഖ്യ എതിരാളി. അവരുടെ പ്രോഗ്രാം അത് ഫലപ്രദമായിട്ട് ഇവിടെ നടന്നതുകൊണ്ടാണ് ഈ ഡിസ്ട്രിക്റ്റിൽ കുറഞ്ഞതെന്നാണ്. അങ്ങനെയാണ് പിന്നെ മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ എന്തുകൊണ്ട് കുറഞ്ഞില്ല എന്ന് മറുചോദ്യം. എങ്ങനെയായിരുന്നാലും ഈ രംഗത്തെ ഒരു വിദഗ്ധയാണ് ഈ വീടില്ലാത്തവരെ അവരെ അധിവസിപ്പിക്കുന്നതിൽ അതിലൊരു വിദഗ്ധയാണ് നിത്യാരാമൻ. അവർ പഠിച്ചത് തന്നെ അർബൻ പ്ലാനിങ്, അവിടെ ഹാർവാർഡിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അത്ര പ്രഗത്ഭമതിയാണ് ഇക്കാര്യത്തിൽ. ഈ ഒരുപാട് പണം സിറ്റി ചിലവഴിക്കുന്നുണ്ട്. ഏതോ 300 ബില്യൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ, സേഫ് ഹാവൻ എന്നോ മറ്റോ പറഞ്ഞ ഒരു പ്രോഗ്രാം. അതത്ര ഫലപ്രദമായില്ല എന്നാണ് നിത്യാരാമനൊക്കെ പറയുന്നത്. ഏകദേശം 3 ബില്യൻ്റെയൊക്കെ പരിപാടികൾ ഈ സ്റ്റേറ്റിൽ ഈ ഹോംലെസ്നെസ്സിന് ഉണ്ട്. പക്ഷേ എന്നിട്ടും ഈ വഴി താമസിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് വലിയൊരു കഷ്ടം തന്നെയല്ലേ. ഈ 3 ബില്യൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം വീടുകളങ്ങ് പണിതിട്ടാൽ മതി. പിന്നെ വീട് വേണ്ടവരൊക്കെ അവിടെ വന്ന് താമസിച്ചോട്ടെ എന്ന് വെച്ചാൽ മതി. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് സർക്കാരിന് കഴിയുന്നില്ല. അതോ സർക്കാരിനൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ടാണോ? ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിലും ഒക്കെ ധാരാളം പേരുണ്ട്. അങ്ങനെ ഈ മുൻ മേയറുടെ കാലത്ത് അങ്ങനെയുള്ളവരെ നിർബന്ധപൂർവം അവിടുന്ന് പിടിച്ച് പിന്നെ ഷെൽട്ടറുകളിലേക്ക്, അവർക്ക് താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു പരിപാടി. പക്ഷേ ഇപ്പം മേയർ മാംദാനി അതിന് താല്പര്യം കാണിക്കുന്നില്ല. ഇങ്ങനെ വഴിയിൽ താമസിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവിടെ താമസിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ ടെൻ്റ് ഒഴിച്ച് ഈ നഗരത്തിന് തന്നെ ഒരു മാനക്കേടായിട്ട് ഇങ്ങനെ കഴിയുന്നു. അത് ഈ ലോസ് ആഞ്ചലസിലൊക്കെ വളരെ കൂടുതലായിരിക്കുന്നു. പിന്നെ കാലിഫോർണിയയിൽ അതാണ് ഏറ്റവും നമുക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം. ഏറ്റവും അധികം ജനകീയ, അതുപോലെ തന്നെ ഏറ്റവും അധികം ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു സ്റ്റേറ്റ്. അങ്ങനെ പിന്നെ ആ ഇടതുപക്ഷ ചിന്താഗതിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗവർണർ ഗാവിൻ ന്യൂസം. ഇതെല്ലാം ഉണ്ടായിട്ടും അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ വഴി താമസിക്കുന്നു എന്നുള്ള സ്ഥിതി വരുന്നത്. അപ്പോൾ അതിൽ ഈ ലോസ് ആഞ്ചലസിലും അല്ലെ ഈ സാൻ ഫ്രാൻസിസ്കോയിലും ഒക്കെ വീടുകളിലൊക്കെ വില നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ലോസ് ആഞ്ചലസിൽ ഭേദമാണെന്ന് തോന്നുന്നു. മറ്റേ സിലിക്കോൺ വാലിയിലാണ് വലിയ രീതിയിൽ അങ്ങ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഫോർഡബിൾ ഹൗസിംഗ് ഉണ്ടാവണം. അതിനുള്ള മുൻകരുതൽ ഈ സർക്കാരുകൾ എടുക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെ വില കൂടിക്കോട്ടെ അങ്ങനെയുള്ള പോഷ് ഏരിയകളിൽ. അങ്ങനെയല്ലാത്ത സാധാരണക്കാരുടെ സ്ഥലങ്ങളുണ്ടല്ലോ. സിറ്റിയിലൊക്കെ ധാരാളം സ്ഥലങ്ങളുണ്ട്, ധാരാളം വീടുകൾ പണിയാവുന്നതേ ഉള്ളൂ. അതിപ്പം വലിയ ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ വേണ്ടതില്ല. ഈ ഗാർഡൻ ടൈപ്പ് അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റും കോംപ്ലക്സുകളും ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ അറിയത്തില്ലാഞ്ഞിട്ടാണെന്ന് നമ്മൾ കരുതുന്നില്ല. എന്തുകൊണ്ടോ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. ധാരാളം പണം ചെലവഴിക്കുന്നു, അതൊന്നും വിജയിക്കുന്നില്ല. ആളുകളിങ്ങനെ നമുക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വഴിയിൽ താമസിക്കുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാണ് അമേരിക്ക. പിന്നെ ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി നമ്മൾ പൊട്ടിക്കുന്ന മിസൈലുകളും അതുപോലുള്ള ആക്രമണകാരികളായ ആയുധങ്ങളും എല്ലാം അതിനൊക്കെ എത്രയോ വിലയുള്ളതാണ്. അങ്ങനെയുള്ളൊരു രാജ്യത്താണ് ആളുകൾ ഇങ്ങനെ വീടില്ലാതെ ഈ വഴിയിൽ താമസിക്കുക എന്നുള്ളൊരവസ്ഥ. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ധാരാളം പേര് പാവപ്പെട്ടവരുണ്ട്. അത് കാരണം ഇന്ത്യക്ക് അതിനൊക്കെ റിസോഴ്സസ് ഇല്ല. ഒരുപാട് പിന്നെ നമ്മുടെ സ്ഥലവും ഒരുപാട് മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതൽ. നേരെ മറിച്ച് ഇവിടെ എന്താണ് കുഴപ്പം? ഇഷ്ടംപോലെ റിസോഴ്സസ്, വലിയ രാജ്യം, ജനസംഖ്യ കുറവ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ താമസിക്കുന്നുവെങ്കിൽ അത് സിസ്റ്റത്തിൻ്റെ എന്തോ ഒരു കുഴപ്പമാണ്. അത് നിത്യാരാമനെ പോലെ ആ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തികൾ തന്നെ ഉറപ്പായിട്ടും പിന്നെ ഈ തലപ്പത്ത് വരണം. ഒരുപക്ഷെ അവർക്ക് ഈ പ്രശ്നം ആ നഗരത്തിലെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ അവർ സിറ്റി കൗൺസിലിലേക്ക് മത്സരിച്ചപ്പോൾ ശ്രമിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. ഇപ്രാവശ്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. എങ്ങനെയായാലും ഈ ലോസ് ആഞ്ചലസിലൊക്കെയുള്ള ഇന്ത്യൻ സമൂഹം
ഇവരെ പിന്തുണയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ ആശയങ്ങൾ ഈ മറ്റേ നിലവിലുള്ള മേയർ കാരൻ ബാസുമൊക്കെ ആ പഴയ ആശയങ്ങളും പഴയ രീതികളും അവരെ ഒക്കെ പോയാൽ ഇത്രേ പോകാൻ പോകുന്നുള്ളൂ. നേരെ മറിച്ച് പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ പുതിയ ആശയങ്ങൾ, പുതിയ കാര്യങ്ങൾ, പുതിയ ചലഞ്ചസ് ഏറ്റെടുക്കാനുള്ള ആ സന്നദ്ധത ഇതെല്ലാം ഉണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ആ ഒരു ശ്രമമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരെ നമ്മുടെ സമൂഹം പിന്തുണയ്ക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ പൂർണ്ണമായൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്.